നിങ്ങൾ എന്നോട് ചോദിച്ച സെക്ഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്ത് ചോദിച്ചോളൂ. ഏതെങ്കിലും ഭാഗം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ 1. Two numbers are in the ratio. Two numbers are in the ratio 7:9. Two numbers are in the ratio 7:9. If 8 is subtracted from each of them, if 8 is subtracted from each of them, the ratio of the remainders becomes, the ratio of the remainder become 3:4. Find the numbers. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. Two numbers are in the ratio 7:9. If 8 is subtracted from each of them, the ratio of the remainders becomes 3:4. Find the numbers. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എന്താ നമുക്ക് അറിയില്ല. ആ നമ്പേഴ്സ് 7:9 എന്നുള്ള റേഷ്യോ ആണ്. റേഷ്യോ എന്ന് വെച്ചാൽ ഈ നമ്പറിന്റെ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിൽ റിലേറ്റ് ചെയ്യപ്പെടുന്ന സംഖ്യകളെയാണ് നമ്മൾ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് നമ്പർ 7:9 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതോ ഒരു നമ്പറിന്റെ 7 പാർട്സ് ആണ് ഫസ്റ്റ് നമ്പർ, അതിന് 9 പാർട്സ് ആണ് സെക്കൻഡ് നമ്പർ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഈ നമ്പറിൽ നിന്ന് 8 രണ്ട് നമ്പേഴ്സിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പുതിയ നമ്പേഴ്സിന്റെ റേഷ്യോ എന്തായിട്ട് വന്നു? 3:4 എന്നുള്ള റേഷ്യോയിൽ പുതിയ നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 എന്നുള്ളതായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ആ രണ്ട് നമ്പേഴ്സും കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഓക്കെ, സോ നമുക്ക് നമ്പേഴ്സ് അറിയില്ല. ഓക്കെ, so first thing which is given is that the numbers are in the ratio 7:9. ഇപ്പൊ നമ്പേഴ്സ് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്, send the numbers be, let the numbers be 7x and 9x. കാരണം ഈ നമ്പേഴ്സ് 7:9 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. എന്ന് വെച്ചാൽ ഏതോ ഒരു നമ്പറിന്റെ 7 മൾട്ടിപ്പിൾ ആണ് ഫസ്റ്റ് നമ്പർ, അതേ നമ്പറിന്റെ തന്നെ 9th മൾട്ടിപ്പിൾ ആണ് സെക്കൻഡ് നമ്പർ. ആ നമ്പർ നമുക്കറിയില്ല, അതുകൊണ്ടാണ് അതിനെ 7x എന്നും 9x എന്നും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ. 7x-ഉം 9x-ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. ഇനി രണ്ടാമത്തെ പാർട്ട്, രണ്ട് നമ്പേഴ്സിൽ നിന്നും നമ്മൾ എത്ര സബ്ട്രാക്ട് ചെയ്തു? 8 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ രണ്ട് നമ്പേഴ്സിൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 7x മൈനസ് 8 കിട്ടി. അടുത്തത് 9x മൈനസ് 8 കിട്ടി. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയത് 3:4 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം A:B = C:D എന്ന് വെച്ച അർത്ഥം A/B = എന്തെന്നുള്ളതാണ്? C/D ആണ്. സോ ഇത് തന്നിട്ടുള്ളത് കൊണ്ട് this implies 7x minus 8 divided by 9x minus 8 is equal to 3/4, which implies cross multiply ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. So this implies 4 into 7x minus 8 is equal to 3 into 9x minus 8. This implies 7 into 4 28x minus 8 ഗുണം 4 32 is equal to 9 into 3 is 27x
minus 24. ഇങ്ങനെ കിട്ടും. നമ്മൾ എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. ഓക്കെ, ബാക്കി കോൺസ്റ്റൻസ് എല്ലാം മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, എക്സ് എല്ലാം ഒരു സൈഡിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ വി ഗെറ്റ് ഇവിടെ 28x. ഈ പ്ലസ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും, സമത്തിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ minus 27x ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ minus 24 ഉണ്ട്. ഈ minus 32 അപ്പുറത്ത് പോകുമ്പോൾ plus 32 ആവും. ഓക്കെ, സോ 28x minus 27x ഈസ് എക്സ്. 32 മൈനസ് 24 കിട്ടും. 32 മൈനസ് 24 8. ഓക്കെ, സോ നമ്മുടെ എക്സ് എന്നുള്ളത് 8 ആണ്. നമ്മുടെ നമ്പേഴ്സ് നമുക്കറിയാം. നമ്പേഴ്സ് ആർ 7x and 9x, which implies അത് 7 into 8, 9 into 8. Okay, so 56, 72. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. Is it clear? എന്തെങ്കിലും ഒന്നുകൂടെ ഞാൻ പറയണോ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്? Can you please respond? ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് മനസ്സിലായി സർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Find three numbers. Find three numbers. 3:2, which is in the ratio of 3:2:5, such that the sum of their squares is 1862. Okay, so question, നമുക്ക് 3 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ 3 നമ്പേഴ്സും പരസ്പരമുള്ള റേഷ്യോ 3:2:5 ആണ്. ഓക്കെ, അത് മാത്രമല്ല ആ 3 നമ്പേഴ്സിന്റെയും സ്ക്വയർ, അതിന്റെ സ്ക്വയറുകളുടെ തുക സം എന്ന് പറയുന്നത് 1862 ആണ്. അങ്ങനെയാണ് ആ നമ്പേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്പേഴ്സ് ആകുന്ന റേഷ്യോ 3:2:5 എന്ന് തന്നിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ഏതോ ഒരു നമ്പറിന്റെ 3 മൾട്ടിപ്പിളും അടുത്തതിന്റെ 2x മൾട്ടിപ്പിൾ ആണ് അടുത്ത നമ്പർ, അടുത്തതിന്റെ 5 ടൈംസ് ആണ് അടുത്ത നമ്പർ. സോ ദ നമ്പേഴ്സ് ആർ, let the numbers are 3x, 2x, 5x. ഇത് മൂന്നുമാണ് നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ്. ഓക്കെ, കാരണം തന്നിട്ടുണ്ട് ദ റേഷ്യോ ഈസ് ഇൻ 3:2:5. റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്ന ബാക്കിയുള്ളതിനെയാണ് നമ്മൾ റേഷ്യോ. അതായത് A:B എന്ന് വെച്ചാൽ ആക്ച്വലി A/B ആണ്. A/Bയുടെ ലീസ്റ്റ് ഫോം ആണ്. ലീസ്റ്റ് ഫോം എഴുതുക എന്ന് വെച്ചാൽ ആക്ച്വലി A/Bക്കകത്തെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും കളയുക. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് A:Bയിലാണ് എന്ന് പറയുമ്പോൾ എയോടൊപ്പം ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താണ് ആ ഒറിജിനൽ നമ്പർ, ബിയോടൊപ്പോഴും ഏതോ ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ആ നമ്പർ. ഓക്കെ, അതായത് കോമൺ ഫാക്ടേഴ്സ് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. തന്നിട്ടുണ്ട് ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്. സോ ഗിവൺ ദാറ്റ് the sum of the squares is 1862. Okay, which means 3x the whole square plus 2x the whole square plus 5x the whole square is equal to 1862. This is 9x square. 3 square 9 ആണ്. 2 square 4, 4x square, 5 square 25x square is equal to 1862, which implies 9 plus 4 13 plus 25 38 x square is equal to 1862 എന്ന് കിട്ടും. ഓക്കെ,
നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടെത്തിയാൽ 3 നമ്പേഴ്സും കിട്ടും. സോ 38x square is equal to 1862 implies x square is equal to 1862 divided by 38. Okay, so which is 49. X square is equal to upon 49, which implies x is equal to plus or minus 7. നമ്മൾ plus 7 മാത്രമേ എടുക്കുന്നുള്ളൂ. Okay, so x is equal to 7. x 7 ആണെങ്കിൽ നമ്മുടെ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടും. 3x, 2x, 5x എന്നുള്ളതാണ് നമ്മുടെ നമ്പേഴ്സ്. So numbers are 3x, which is 3 into 7, which is 21. അടുത്തത് 2x, which is 2 into 7, which is 14. Next is 5x, which is 5 into 7, which is 35. These are the numbers. Okay, so 3 numbers a is to b is to c ആണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ നമ്പേഴ്സ് ആർ ax, bx, cx എന്നുള്ള ഫോമിലായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Otherwise, please tell me. അടുത്ത കണക്കിലേക്ക് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 year ago, ഇത് ഞാൻ ചെയ്യിപ്പിച്ചതാണെങ്കിൽ പറയണം കേട്ടോ. 1 year ago, the ratio between incomes of A and B, the ratio between incomes of A and B was 3:4. Full stop. The ratio of their individual incomes, the ratio of their individual incomes last year and present year are last year and present year are 4:5 and 4:5 and 2:3 respectively. If their total income for the present year are, if their total income for the present year is rupees 4160, find the present income of A. Find the present income of A. Question മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Otherwise I will repeat. 1 year ago, ഒരു വർഷം മുമ്പ്, the ratio between incomes of A and B was 3:4. 2 പേരുണ്ട്, എയും ബിയും. ഒരു വർഷം മുമ്പ് അവരുടെ വരുമാനത്തിന്റെ റേഷ്യോ, അനുപാതം എന്ന് പറയുന്നത് 3:4 ആയിരുന്നു. The ratio of their individual incomes last year and present year are 4:5 and 2:3 respectively. ഇനി എയുടെയും ബിയുടെയും ലാസ്റ്റ് വർഷവും ഈ വർഷവും തമ്മിലുള്ള ഇൻകം, വരുമാനത്തിന്റെ അനുപാതം എന്ന് പറയുന്നത് 4:5. അതായത് എ എന്ന് പറയുന്ന ആളുടെ ലാസ്റ്റ് വർഷത്തെ ശമ്പളവും ഈ വർഷത്തെ ശമ്പളവും തമ്മിലുള്ള വരുമാനവും തമ്മിലുള്ള അനുപാതം 4:5 ആണ്. ബി എന്നുള്ള ആളുടെ ലാസ്റ്റ് വർഷത്തെ ശമ്പളവും
ഈ വർഷത്തെ ശമ്പളവും തമ്മിലുള്ള അനുപാതം 2:3 ആണ്. ഇനി ഇഫ് ദ ടോട്ടൽ ഇൻകം ഫോർ ദ പ്രസന്റ് ഇയർ ഈസ് 4160, ഈ വർഷത്തെ അതായത് നിലവിലുള്ള വർഷത്തെ അവരുടെ ടോട്ടൽ വരുമാനത്തിന്റെ തുക എന്ന് പറയുന്നത് 4160 ആണെങ്കിൽ എയുടെ നിലവിലുള്ള വരുമാനം എത്രയാണ്? സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, കഴിഞ്ഞ വർഷത്തെ എയുടെയും ബിയുടെയും ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 3:4. ഇനി ലാസ്റ്റ് വർഷവും ഈ വർഷവും തമ്മിലുള്ള എയുടെ ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 4:5. ലാസ്റ്റ് വർഷവും ഈ വർഷവുമായിട്ടുള്ള ബിയുടെ ഇൻകത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 2:3. ഇനി ഈ വർഷത്തെ അവരുടെ ടോട്ടൽ വരുമാനം തന്നിട്ടുണ്ട് 4160. അങ്ങനെയാണെങ്കിൽ അവരുടെ എയുടെ പ്രസന്റ് ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എയുടെയും ബിയുടെയും ലാസ്റ്റ് ഇയറിന്റെ ഇൻകം. എ ആൻഡ് ബി ലാസ്റ്റ് ഇയർ ഇൻകം 3:4 എന്നുള്ളതായിരുന്നു. നമുക്ക് 3x എന്നും 4x എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വർഷത്തെ എയുടെ ഇൻകം 3x ആണ്, ബിയുടെ ഇൻകം 4x ആണ്. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് തന്നിട്ടുള്ളത് എയുടെ ലാസ്റ്റ് ഇയർ ഇൻകം ഈസ് ടു എയുടെ കറന്റ് ഇയർ ഇൻകം ഈസ് ആക്ച്വലി 4:5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ ലാസ്റ്റ് ഇയർ ഇൻകം 3x ആണ്. സോ 3x ഈസ് ടു എയുടെ കറന്റ് ഇയർ ഇൻകം ഈസ് ഈക്വൽ ടു 4:5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അഥവാ 3x. ഇതിനെ ഞാൻ 3x ഇൻറ്റു എയുടെ കറന്റ് ഇയർ ഇൻകം റേഷ്യോ എന്ന് വെച്ചാൽ A/B എന്നുള്ള ഫോർമാറ്റ് 4:4/5. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്നത് എയുടെ കറന്റ് ഇയർ ഇൻകം, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 5 into 3x, which is 15x, is equal to 4 times എയുടെ കറന്റ് ഇൻകം. ഓക്കെ, സോ അതിൽ നിന്ന് എയുടെ കറന്റ് ഇൻകം നമുക്ക് എഴുതാൻ പറ്റും. എയുടെ കറന്റ് ഇൻകം ഈസ് ആക്ച്വലി 15x divided by 4 എന്ന് എഴുതാം. സോ എയുടെ കറന്റ് ഇൻകം ഈസ് ഈക്വൽ ടു 15x divided by 4. ഓക്കെ, അപ്പൊ എയുടെ കറന്റ് ഇൻകം നമ്മൾ എഴുതി. ഇനി ബിയുടെ ഇതുപോലെ തന്നെ എഴുതാമല്ലോ. ഓക്കെ, ബിയുടെ ലാസ്റ്റ് ഇയർ ഇൻകം ഈസ് ടു ബിയുടെ കറന്റ് ഇയർ ഇൻകം is equal to, I think, 2:3. Yes. അപ്പോൾ ലാസ്റ്റ് ഇയർ ഇൻകം നമുക്കറിയാം 4x ആണെന്ന് അറിയാം. സോ 4x ഈസ് ടു ബിയുടെ കറന്റ് ഇയർ ഇൻകം ഈസ് ഈക്വൽ ടു 2:3. റേഷ്യോയുടെ ഫോമിൽ എഴുതുമ്പോൾ 4x ഡിവൈഡഡ് ബൈ ബിയുടെ കറന്റ് ഇൻകം ഈസ് ഈക്വൽ ടു 2/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 4x into 3, which is 12x, is equal to 2 times ബിയുടെ കറന്റ് ഇൻകം. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് മാത്രം എഴുതുന്നതാണ്. സോ ബിയുടെ കറന്റ് ഇൻകം ഈസ് ഈക്വൽ ടു നമുക്ക് 12x divided by 2 എന്ന് എഴുതാം. ഈ 2 പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ നടക്കും. സോ ബിയുടെ കറന്റ് ഇൻകം
is 12x divided by 2, which is 6x. അപ്പോൾ നമുക്ക് എയുടെയും കറന്റ് ഇൻകം ഇപ്പൊ അറിയാം, ബിയുടെയും കറന്റ് ഇൻകം നമുക്കറിയാം. ഓക്കെ, ഇനി തന്നിട്ടുണ്ട് എയുടെയും ബിയുടെയും നിലവിലുള്ള വരുമാനത്തിന്റെ തുക തന്നിട്ടുണ്ട് 4160 എന്ന്. എയുടെയും ഇൻകം നമുക്കറിയാം, ബിയുടെയും ഇൻകം നമുക്കറിയാം. അപ്പൊ അതിന്റെ തുക ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, സോ the sum of income of A and B in current year is 4160, which is 15x by 4 plus 6x is equal to 4160, which implies നമ്മൾ ലെഫ്റ്റ് സൈഡ് LCM എടുക്കുമ്പോൾ ഓക്കെ ഡിവൈഡഡ് ബൈ 1 എന്നുള്ള ഫോർമാറ്റിൽ 15x plus 6x into 4, which is 24x divided by 4 is equal to 4160, which is 39x by 4 is equal to 4160, which implies 39x is equal to multiply ചെയ്യുമ്പോൾ 4 into 4160 എന്ന് കിട്ടും. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് so x should be equal to 4 into 4160 divided by 39. ഓക്കെ, ഇനി എയുടെ കറന്റ് ഇൻകം നമുക്കറിയാം. എക്സ് കണ്ടുപിടിച്ചാൽ എയുടെ കറന്റ് ഇൻകം ഈസ് എന്ന് കണ്ടുപിടിക്കേണ്ടത് 15x by 4. എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് 15 by 4 into 4160 by 39. ഇവിടുത്തെ 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ ദിസ് ഈസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദിസ് ഈസ് 15, ദിസ് ഈസ് 13 എന്ന് കിട്ടും. സോ 5 into 4160 ഡിവൈഡഡ് ബൈ 13 എന്ന് കിട്ടും. ഇതാണ് എയുടെ കറന്റ് ഇൻകം. ഇനി ബിയുടെ കറന്റ് ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 6x ആയിരുന്നു ബിയുടെ കറന്റ് ഇൻകം. എക്സിന്റെ വാല്യൂ ഉണ്ട്, 6 into അത് കണ്ടുപിടിച്ച ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പ് ഷുഡ് ഐ റിപ്പീറ്റ്? ഏതെങ്കിലും ഭാഗം ഷുഡ് ഐ സേ വൺസ് മോർ? ഞാൻ സ്പീഡിലാണ് പോയെങ്കിൽ പറയുക. ഏതെങ്കിലും ഭാഗം പറയണമെങ്കിൽ പറയുക. മനസ്സിലായെങ്കിൽ പറയുക, മനസ്സിലായില്ലെങ്കിൽ പറയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അടുത്ത് നമ്മൾ കോമ്പൗണ്ട് പ്രൊപ്പോർഷന്റെ കോമ്പൗണ്ട് റേഷ്യോസിന്റെ കണക്കുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത് ചെയ്താണെങ്കിൽ ചെയ്താണെന്ന് പറയണേ, അല്ലെങ്കിൽ എ ഷിപ്പ് ഹാഡ് provisions for 100 men for 30 days. After 10 days,
20 men got off the ship. How long will the food last? The food last at the same rate. Okay. ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ഷിപ്പിൽ, ഒരു കപ്പലിൽ 100 പേരുണ്ട്. ആ 100 പേർക്ക് 30 ദിവസം കഴിക്കാനുള്ള അല്ലെങ്കിൽ 30 ദിവസം താമസിക്കാനുള്ള എല്ലാവിധ സാധന സാമഗ്രികളും അവിടെ ഉണ്ട്. ഫുഡും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. 100 പേർക്ക് 30 ദിവസം. പക്ഷെ 10 ദിവസത്തിന് കഴിഞ്ഞപ്പോൾ, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന്റെ 20 പേര് ആ ഷിപ്പിൽ നിന്ന് പോയി. ബാക്കിയുള്ളത് 80 പേരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 100 പേർക്ക് 30 ദിവസം താമസിക്കാനുള്ള സൗകര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 പേരങ്ങ് പോയി. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് 80 പേര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള 80 പേർക്ക് എത്ര ദിവസം കൂടെ കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനേ പറഞ്ഞോട്ടെ ആൻസർ. നമുക്ക് ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എത്ര ആൾക്കാർ എത്ര പേരുണ്ട്. 2, എത്ര ഡേയ്സിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്കുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 100 പേർക്ക് 30 ദിവസത്തേക്കുള്ള സാധനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 20 പേര് അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോയി. ഓക്കെ, സോ ഇനി ബാക്കിയുള്ളത് 100-ൽ നിന്ന് 20 പേര് പോയാൽ റിമൈനിങ് ആയിട്ടുള്ളത് 80 പേരാണ്. ഓക്കെ, 80 പേർക്ക് കഴിക്കാനുള്ള ഫുഡാണ് നമുക്ക് എത്ര ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 100 പേർക്ക് 30 ദിവസം കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. 100 പേര് 10 ദിവസം അവിടെ കഴിക്കുകയും ചെയ്തു. ആ 100 പേര് 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഫുഡ് ശരിക്കും പറഞ്ഞാൽ 100 പേർക്ക് 20 ദിവസം കഴിക്കാനുള്ള ഫുഡ് അവിടെ ഉണ്ട്. കാരണം 100 പേര് 10 ദിവസം കഴിച്ചു, 10ാമത്തെ ദിവസം 20 പേര് ഇറങ്ങിപ്പോയി. സോ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് വെച്ചാൽ 100 പേർക്ക് 20 ദിവസം കഴിക്കാനുള്ള ഫുഡുണ്ട്. പക്ഷെ ഈ ഫുഡും ബാക്കി സാമഗ്രികളും ഉണ്ട്. ഈ സാധനം 80 പേർക്ക് എത്ര ദിവസത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 100 പേർക്ക് 20 ദിവസത്തേക്ക് കഴിക്കാനുള്ള സാധനമാണ് നമുക്കുള്ളത്. അത് 80 പേർക്ക് എത്ര ദിവസത്തേക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ ഭാഗം ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ ആൻസർ ആയി. ഈ ഭാഗം ക്ലിയർ ആണോ? സാർ ഒന്നും കൂടി പറയാമോ? നമുക്ക് 100 പേർക്ക് 30 ദിവസത്തേക്ക് ഉണ്ടായിരുന്ന സാധനം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 പേര് അതിൻ്റെ അകത്തുനിന്ന് പോയി. അപ്പൊ ബാക്കിയുള്ളത് 80 പേരാണ്. ഓക്കെ, അപ്പൊ 100 പേര് 30 ദിവസം കഴിക്കാനുള്ള ഫുഡ് സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ 100 പേര് 10 ദിവസം അവിടെ കഴിച്ചു. ഓക്കെ, 10 ദിവസം അവർ കഴിച്ചു. അതിനുശേഷമാണ് അവര് 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 പേര് പോയത്. ഓക്കെ, 10 ദിവസം കഴിഞ്ഞാണ് പോയത്. അപ്പൊ ഇനി ബാക്കി റിമൈനിങ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്താണ്? റിമൈനിങ് ആയിട്ടുള്ള പ്രൊവിഷൻസ് 100 പേർക്ക് 20 ദിവസത്തേക്ക് കഴിക്കാനുള്ള പ്രൊവിഷൻസ് റിമൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത്. ഇനി ബാക്കി എത്ര ആൾക്കാരുണ്ട്? റിമൈനിങ് മെൻ എത്ര ഉണ്ട്? 80 പേരുണ്ട്. 20 പേര് പോയിട്ട് പോവാം. അപ്പൊ ഈ 80 പേർക്ക് ഈ 100 പേർക്ക് 20 ദിവസം കൊടുക്കാനുള്ള പ്രൊവിഷൻ 80 പേർക്ക് എത്ര ദിവസത്തേക്ക് കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ,
അപ്പൊ നമുക്ക് ഹൗ ലോങ് വിത്ത് ദ ഫുൾ ലാസ്റ്റ് അറ്റ് ദ സെയിം റേറ്റ് എന്നുള്ളത്, അതായത് 80 പേർക്ക് ഈ 100 പേർക്ക് 20 ദിവസം കൊടുക്കാനുള്ള ബാക്കിയുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള സാധന സാമഗ്രികൾ 80 പേർക്ക് എത്ര ദിവസത്തെയും കൂടെ കൂടുതൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ റേഷ്യോ ആക്കി നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ നമുക്കിവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്പർ ഓഫ് മെൻ, 2 നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ. നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് 100 പേർക്ക് 20 ദിവസത്തേക്കുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് 80 പേർക്ക് എത്ര ദിവസം, എക്സ് ഡേയ്സ് എന്നുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇനി തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ. ഇവിടെ നമ്മുടെ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പ്രൊവിഷന്റെ എണ്ണം കുറയുവാണ് ചെയ്യുന്നത്. അതായത് ഇത് തമ്മിൽ ഇൻവേഴ്സ് റേഷ്യോയിലാണ്, ഡയറക്റ്റ് റേഷ്യോയിലല്ല. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പ്രൊവിഷൻ കൂടുതൽ വേണ്ടി വരും, വിച്ച് മീൻസ് റിമൈൻ ചെയ്യുന്ന പ്രൊവിഷൻസിന്റെ അളവ് കുറയും. ആൾക്കാരുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ ഡേയ്സ് ആ സാധനങ്ങൾ, ഫുഡും മറ്റ് സാമഗ്രികളും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ഡയറക്റ്റ് റിലേഷൻ അല്ല, ഇൻവേഴ്സ് റിലേഷൻ ആണ്. കാരണം ആൾക്കാർ കൂടുമ്പോൾ പ്രൊവിഷൻസും കൂടുകയാണെങ്കിലാണ് ഇൻവേഴ്സ് റിലേഷൻ, ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്. ഇവിടെ ആൾക്കാർ കൂടുമ്പോൾ ബാക്കി റിമൈൻ ചെയ്യുന്ന പ്രൊവിഷൻസ് എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ഡയറക്റ്റ് അല്ല, ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമുക്കിത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഇത് കൂടുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ്, അതായത് യൂസ് ചെയ്യേണ്ട ഡേയ്സ് കൂടുമ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ കുറയണം. അല്ലെങ്കിൽ 100-ൽ നിന്ന് 80-ലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ ഡേയ്സ് നമുക്ക് കിട്ടും. കാരണം കുറച്ച് ആൾക്കാരല്ലേ കഴിക്കുന്നുള്ളൂ. സോ ഇത് തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എഴുതുന്നത് ഈ നമ്മുടെ ആരോയുടെ രൂപത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 80:100 വിച്ച് ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 20:x എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ. സോ 80:100 which should be equal to 20:x, അല്ലെങ്കിൽ 80/100 which should be equal to 20/x. മീൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, which implies 80x is equal to 20 into 100, which implies x is equal to 20 into 100 by 80. So നമുക്കിത് ഇവിടെ 20 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇവിടെ 20 വേണ്ട, 4, ഇവിടെ 5 എന്ന് എഴുതാം. ഓക്കെ. സോ 20 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ അങ്ങനെ കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 100/24 which is equal to 25 days. സോ 100 പേർക്ക് 20 ദിവസത്തേക്കുള്ള പ്രൊവിഷൻ 80 പേർക്ക് 25 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഇത് വേറെ ഒന്നും, സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. 100-ൽ എത്ര ഭാഗമുണ്ട്, 100-ൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളെന്ന് തോന്നുന്നു. ഐ തിങ്ക് ദിസ് വേ ഇസ് ബെറ്റർ. അതായത് 100-ൽ എത്ര ഭാഗം, 100-ന്റെ എത്ര ഭാഗമുണ്ട് എന്ന് ആലോചിക്കുക, ബാക്കി റിമൈൻ ചെയ്യുന്നതിന്റെ അത്രയും പാർട്ട് ഇവിടെ കൂട്ടിയാൽ മതി. ഓക്കെ. നമ്മൾ 100-നെ 5 പാർട്ടാക്കിയാൽ അതിന്റെ 4 പാർട്ടേ ഇവിടെ ഉള്ളൂ. സോ എക്സ്ട്രാ ആയിട്ട് ഇതിനെയും 5 പാർട്സ് ആക്കുക, അല്ലെങ്കിൽ 4 പാർട്സ് ആക്കുക, അതിൻ്റെ അകത്ത് ഒരു പാർട്ട് ഇവിടെ ആഡ് ചെയ്യുക എന്നുള്ള ലോജിക്കേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് 20-നെ 4 പാർട്സ് ആക്കുമ്പോൾ ഓരോ പാർട്ടും 5, അങ്ങനത്തെ ഒരു എക്സ്ട്രാ പാർട്ട് 5 ഇവിടെ ആഡ് ചെയ്യുന്നു. ദാറ്റ്സ് ദ ലോജിക്. ഓക്കെ. അല്ലെങ്കിൽ 80-ന്റെ എത്ര ശതമാനമാണ് ഇതെന്ന് ആലോചിക്കുക. 125% 100. ഓക്കെ. അപ്പോൾ 20-ന്റെയും എത്ര ശതമാനം കണ്ടുപിടിക്കുക, 125% കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ആക്ച്വലി 25 days. അങ്ങനെ വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. ഇത്ര ലോജിക് ഒന്നും ആലോചിച്ച് ചെയ്യേണ്ട കാര്യം. സോ ദിസ് ഈസ് another question. Now moving on to the next question.
if 100 men, ഇത് ഞാൻ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് പറയുമോ ചെയ്യിപ്പിച്ചാണോ എന്ന്? If 100 men working 8 hours a day can dig a trench 80 meters long, 12 meters wide and 44 meters deep in 24 days. ഇത് ചെയ്താണോ? അല്ല, ഓർമ്മയുണ്ടോ? Any ideas? I think ഇത് ഞാൻ ചെയ്തതാണ്, നിങ്ങൾക്ക് ചെയ്ത് തന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. A contractor undertook to dig a 150-meter long river in 25 days and employed 25 men. In 20 days, only 100 meters of the river has been dug. Only 100 meters of the river has been dug. How many more men should be employed? How many more men should be employed to finish the work on time? To finish the work on time. ഓക്കെ, ക്വസ്റ്റ്യൻ. അതായത് ഒരു കോൺട്രാക്ടർ ഒരു നദി 150 മീറ്റർ നീളമുള്ള ഒരു നദി കുഴിക്കാൻ 25 ദിവസത്തിനുള്ളിൽ കുഴിച്ചു തരാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനായിട്ട് 25 ആൾക്കാരെ നിയോഗിച്ചു. സോ 150 മീറ്റർ നീളമുള്ള ഒരു നദി കുഴിക്കണം, അതിനായി 25 ദിവസമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. 25 പേരുണ്ട്. 20 ദിവസം കഴിഞ്ഞപ്പോൾ 100 മീറ്റർ മാത്രമേ അദ്ദേഹത്തിന് കുഴിക്കാൻ സാധിച്ചുള്ളൂ. 25 പേർ കൂടെ ചേർന്ന് കുഴിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര കൂടുതൽ ആൾക്കാരെ നിയോഗിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി റിമൈനിങ് വർക്ക് ഫിനിഷ് ചെയ്യാൻ എത്ര ആൾക്കാരെ വേണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്. ഒന്നാമത്തെ വേരിയബിൾ ആണ് നമുക്ക് ലെങ്ത് ഓഫ് ദ റിവർ ഉണ്ട്, ഒന്നാമത്തെ വേരിയബിൾ. 2, നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ. 3, നമ്പർ ഓഫ് മെൻ. ഈ 3 പ്രധാനപ്പെട്ട വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബാക്കി റിമൈൻ ചെയ്യുന്ന കേസിൽ എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 20 ദിവസം കൊണ്ട് അവർ 100 മീറ്റർ അവർ 25 പേർ ചേർന്ന് കുഴിച്ചു. സോ ബാക്കി റിമൈൻ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് 150 - 100 ആണ്. ഓക്കെ,
അപ്പോൾ നമുക്ക് 50 meters ആണ് അവിടെ നമുക്ക് ഇനി കുഴിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 20 ടോട്ടൽ നമുക്ക് 20, ബാക്കി നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ്, റിമൈനിങ് ഡേയ്സ് ഈസ് ആക്ച്വലി 25 ദിവസത്തിൽ നിന്ന് 20 ദിവസം പോയി, വിച്ച് ഈസ് ആക്ച്വലി 5. നമുക്ക് 5 ദിവസം കൊണ്ട് 50 മീറ്റർ കുഴിക്കണം, സെയിം റേറ്റിൽ തന്നെ കുഴിക്കണം. അപ്പൊ ഇവര് 25 പേര് ഓരോ ദിവസം ചെയ്യുന്ന വർക്ക് ഫിക്സ്ഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ 25 പേര് ശരിക്കും 20 ദിവസം കൊണ്ട് 100 മീറ്റർ കുഴിച്ചു. ഇതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. സോ 25 പേര് 20 ദിവസം കൊണ്ട് 100 മീറ്റർ അവര് കുഴിച്ചു. ഓക്കെ, അതേ റേറ്റിൽ നമ്മൾ ഇനിയും വേണ്ടത് 5 ദിവസം കൊണ്ട് നമുക്ക് എത്ര കുഴിക്കണം? 50 മീറ്റർ കുഴിക്കണം. അതിന് എത്ര പേരെ വേണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ വേരിയബിൾസിനെ 1 ഡേയ്സ്, 2 ലെങ്ത്, 3 എത്ര ആൾക്കാർ, നമ്പർ ഓഫ് മെൻ. നമുക്ക് ആദ്യം 20 ദിവസം കൊണ്ട് അവർ 100 മീറ്റർ കുഴിച്ചു. അതിനായിട്ട് അവർക്ക് 25 മെൻ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ബാക്കി 5 ദിവസം കൊണ്ട് അവർക്ക് 50 മീറ്റർ കുഴിക്കണം. അതിന് എത്ര പേരെ വേണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് തമ്മിലുള്ള റേഷ്യോ ഏത് റേഷ്യോയിലാണ്. എപ്പോഴും റേഷ്യോ എടുക്കുമ്പോൾ, കോമ്പൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇനി നോക്കേണ്ടത് ഡേയ്സും നമ്പർ ഓഫ് മെന്നും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡേയ്സും നമ്പർ ഓഫ് മെന്നും. ഓക്കെ, ഇവിടെ ദിവസം കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറച്ചു മതി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ദിവസം മതി നമുക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ലെങ്ത്തും നമ്പർ ഓഫ് മെന്നും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇത് കൂടുതൽ ലെങ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടുതൽ ആൾക്കാരെ വേണ്ടി വരും. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം, അല്ലെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഴിക്കാൻ പറ്റും. സോ ഇത് എന്ത് പ്രൊപ്പോർഷൻ ആണ്? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് മൂവ് ചെയ്യാം. ഇത് നമുക്ക് താഴോട്ട്. ഓക്കെ, ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യാണ് പോകേണ്ടത്. അപ്പൊ ഇത് അതിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, ഇത് അതുമായിട്ട് ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. അതാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഇത് ഈ ആരോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കണം ഇത് ഫസ്റ്റ് വേരിയബിൾ. കാരണം ഈ ഫസ്റ്റ് കമ്പോണന്റും നമ്പർ ഓഫ് മെന്നും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. ഇനി ഇത് ഏത് ഡയറക്ഷനാണോ കൊടുക്കുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം ഇത്. കാരണം ലെങ്ത്തും നമ്പർ ഓഫ് മെന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇത്രയും ആർഗ്യുമെന്റ് കിട്ടിയോ? മനസ്സിലായി സർ. ഇനി നമ്മൾ പ്രൊപ്പോർഷന്റെ റേഷ്യോ എഴുതുമ്പോൾ ദാറ്റ് ഈസ് 5:20 and 100:50 is proportional to 25:x. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും ചെയ്യുന്നത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊപ്പോർഷൻ ആക്കി എഴുതുക എന്നുള്ളതാണ്. നമ്മൾ കോമ്പൗണ്ട് പ്രൊപ്പോർഷനെ അങ്ങനെയാണ് എഴുതുന്നത്. A:B, C:D, which is proportional to E:F ആണെങ്കിൽ AC:BD should be equal to E:F എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഐഡിയ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അതേ രീതി നമ്മൾ ചെയ്തു പോകുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 into 100 is to 20 into 50 is equal to 25:x എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് 500 is to, I think this is 1000.
is 25 is to x. So 500 by 1000 is equal to 25 by x. So 500 cross multiply ചെയ്യുമ്പോൾ 500 times x is equal to 25 times 1000. So x should be equal to 25 times 1000 by 500. Cancel ആക്കി കളയുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും. So the answer becomes 50. ഓക്കെ, നമുക്ക് അപ്പോൾ അവസാനത്തെ 50 മീറ്റർ 5 ദിവസം കൊണ്ട് 50 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്ത വർക്കുമായിട്ട് ഉള്ള റേഷ്യോയിലാണ് പോകേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ 20 ദിവസത്തെ വർക്ക് എന്തുമാത്രം ചെയ്തു എന്നുള്ള വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബാക്കി എത്ര വർക്കിന് എത്ര ആൾക്കാർ വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 20 ദിവസം കൊണ്ട് അവർ 100 മീറ്റർ കുഴിച്ചു 25 പേരുമായിട്ട്. ഇനി ബാക്കി 5 ദിവസമുണ്ട്, അവർക്ക് 50 മീറ്റർ കുഴിക്കാറുണ്ട്, അതിന് എത്ര പേര് വേണം, ഇതാണ് നമുക്കുള്ളത്. പിന്നീട് നമുക്ക് ഡേയ്സും നമ്പർ ഓഫ് മെനും തമ്മിലുള്ള റിലേഷൻ. ആൾക്കാർ കൂടുമ്പോൾ കുറച്ച് ദിവസം മതി, വിച്ച് മീൻസ് ദേ ആർ ഓപ്പോസിറ്റ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി ആൾക്കാർ കൂടുമ്പോൾ എന്ത് സംഭവിക്കണം, കൂടുതൽ ഡിസ്റ്റൻസ് കുഴിക്കാൻ പറ്റണം. സോ ലെങ്ത്തും നമ്പർ ഓഫ് മെനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വിച്ച് മീൻസ് നമുക്ക് A/, ഇനി ആരോ വരയ്ക്കുക, ആരോ ഡയഗ്രാം വെച്ചിട്ട് A/B C/D which is proportional to E/F. ഇനി നമുക്ക് ഉള്ള കോമ്പൗണ്ട് പ്രൊപ്പോർഷണലിന്റെ റിലേഷൻ വെച്ചിട്ട് AC, that is AC BD which is equal to E/F എന്നുള്ള റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. Is it clear? സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Do you have any doubts? ഇത് കണക്കോടെ ചെയ്യട്ടെ എന്നാ. Okay, sir. ഓക്കെ, ഒരു കണക്കൂടെ എഴുതാം. If 25 men and 10 boys can do as much work in 6 days as 21 men and 30 boys in 5 days. Then compare the rate of work. Of one man with that of one boy. Also find that how many boys together with 40 men can finish the same work
work in 4 days. Question ഒന്ന് വായിച്ചു നോക്കുക. Okay. Question. If 25 men and 10 boys can do as much work in 6 days as 21 men and 30 boys in 5 days. അതായത് 25 പുരുഷന്മാർക്കും 10 കുട്ടികൾക്കും ഒരു വർക്ക് 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അതേ വർക്ക് 21 പുരുഷന്മാർക്കും 30 ബോയ്സിനും കൂടെ 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷനും ഒരു ബോയും തമ്മിലുള്ള വർക്കിന്റെ റേറ്റ് കമ്പയർ ചെയ്യുക. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം ഇതാണ്. നമുക്ക് 40 പുരുഷന്മാരുണ്ട്, നമുക്ക് 4 ദിവസമുണ്ട്. ഇതേ ഇപ്പൊ പറഞ്ഞ അതേ വർക്ക് തന്നെ 40 പുരുഷന്മാരെ കൊണ്ട് 4 ദിവസം കൊണ്ട് പിന്നെ എത്ര ബോയ്സിനെ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതായത് കുറച്ച് ബോയ്സും 40 മെന്നും കൂടെ ഇതേ വർക്ക്, നമ്മൾ ആദ്യം പറഞ്ഞ വർക്ക് 25 ദിവസം 25 മെന്നും 10 ബോയ്സും കൂടെ ചെയ്ത വർക്ക്, 6 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് 40 മെന്നും എത്ര ബോയ്സും കൂടെ ചേർന്ന് 4 ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും? ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ സർ. ഓക്കെ, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവര് 25 ബോയ്സും 25 മെന്നും 10 ബോയ്സും കൂടെ 6 ദിവസം ചെയ്ത വർക്കും 21 മെന്നും 30 ബോയ്സും കൂടെ ചെയ്ത് 5 ദിവസം ചെയ്ത വർക്കും എന്താണ്? സെയിം ആണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഫാക്ട്. 25 മെന്നും 10 ബോയ്സും കൂടെ 6 ദിവസം ചെയ്ത വർക്കും 21 മെന്നും 30 ബോയ്സും കൂടി 5 ദിവസം ചെയ്ത വർക്കും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പൊ 25 മെന്നും 10 ബോയ്സും 6 ദിവസം കൊണ്ട്, അപ്പൊ ടോട്ടൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 25 മെൻ 6 ദിവസം കൊണ്ട്, അപ്പൊ ഓരോ ദിവസം അവർ 25 മെൻ വീതം വർക്ക് ചെയ്തു. സോ 6 ദിവസം കൊണ്ട് ടോട്ടൽ മെൻ വർക്ക് ചെയ്തത്, നമ്മൾ ടോട്ടൽ വർക്കാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ 6 ദിവസം കൊണ്ട് 25 മെന്നും 10 ബോയ്സും ചെയ്ത വർക്ക് ഷുഡ് ബി ഈക്വൽ ടു 5 ദിവസം കൊണ്ട് 21 മെന്നും 30 ബോയ്സും ചെയ്ത വർക്ക്. ഓക്കെ, ഓക്കെ ആണോ? സോ വിച്ച് മീൻസ് ടോട്ടൽ 6 ഗുണം 25, അതായത് 106 ഗുണം 25 ഈസ് 150. 150 മെന്നും 60 ബോയ്സും ചെയ്ത ടോട്ടൽ വർക്കും 5 ഗുണം 21 105. 105 മെന്നും 150 ബോയ്സും ചെയ്യുന്ന വർക്കും ആക്ച്വലി സെയിം ആണ്. ഈ ആർഗ്യുമെന്റ് മനസ്സിലായോ? ഇതാണ് ഫസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്. ഈ ആർഗ്യുമെന്റ് മനസ്സിലായോ? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് 25 മെന്നും 10 ബോയ്സും 6 ദിവസം കൊണ്ട് ചെയ്ത വർക്കും 21 മെന്നും 30 ബോയ്സും 5 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കും സെയിം ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എല്ലാം
25 പേരിൽ ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് ഈക്വൽ ആണ് എന്ന രൂപത്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവർ ചെയ്ത ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ 6 ദിവസം കൊണ്ട് 25 മാൻ ചെയ്ത വർക്കിന്റെ എണ്ണം എന്ന് വെച്ചാൽ ഒരാൾ ചെയ്ത വർക്ക് എക്സ് ആണെന്ന് ചുമ്മാ അങ്ങ് സങ്കല്പിക്കുക, ഒരു ബോയ് ചെയ്ത വർക്ക് വൈ ആണെന്ന് സങ്കല്പിക്കുക. അപ്പം 6 ദിവസം കൊണ്ട് 25 മെൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 6 ഗുണം 25 എക്സ് ആണ്. വേണേ നിങ്ങൾക്ക് എക്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിൽക്കുക നമുക്ക് വേണേ അങ്ങനെ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഓക്കെ. ഒരു മെൻ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. 1 ബോയ് ചെയ്യുന്ന വർക്ക് നമുക്ക് വൈ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. അപ്പൊ 25 മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ 25 എക്സ് ആണ്. ഓക്കെ. ഇനി 10 ബോയ്സ്, ഒരു ബോയ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1 വൈ ആണ്. അപ്പൊ 10 ബോയ്സ് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 10 വൈ ആണ്. ഓക്കെ. ഇതിനെ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ടോട്ടൽ വർക്ക് ദിസ് ആണ്. ഇനി 21 മെൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ 21 എക്സ് ആണ്. 30 ബോയ്സ് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 30 വൈ ആണ്. അപ്പൊ 5 ദിവസം കൊണ്ട് അവർ ചെയ്ത ടോട്ടൽ വർക്ക് 5 ഇൻറ്റു ദിസ് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. അപ്പൊ വിച്ച് ഇംപ്ലൈസ്, അതാണ് നമ്മൾ എഴുതിയത്, 150x പ്ലസ് 60y ഈസ് ഈക്വൽ ടു 105x പ്ലസ് 150y. നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ അല്ലേ കിട്ടേണ്ടത്? 1 മെന്നും 1 ബോയും 1 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കിന്റെ റേഷ്യോ. അപ്പൊ x ഈസ് ടു y ആണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ എക്സിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം. ദാറ്റ് ഈസ് 150x മൈനസ് 105x ഈസ് ഈക്വൽ ടു 150y മൈനസ് 60y. ദാറ്റ് ഈസ് ചെയ്യുമ്പോൾ 150 105 കുറച്ചാൽ ആക്ച്വലി 45 എന്ന് കിട്ടും. 45x ഈസ് ഈക്വൽ ടു 150 മൈനസ് 60 ഈസ് ആക്ച്വലി 90y. നമുക്ക് x ബൈ y അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ x ബൈ y ഈസ് ഈക്വൽ ടു ഈ 45നെ എപ്പോഴത്തെ കൊണ്ടുവരിക 90 ബൈ 45 which is equal to 2 by 1. That is x is to y is equal to 2 is to 1. അപ്പോൾ ഒരു മെൻ 1 ഡേ ചെയ്യുന്ന വർക്ക്, ഒരു ബോയ് 1 ഡേ ചെയ്യുന്ന വർക്ക് ഈസ് ഈക്വൽ ടു 2 is to 1. അതായത് ഒരു ബോയ് ഒരു ദിവസം ചെയ്യുന്ന വർക്കിന്റെ ഇരട്ടി വർക്ക് ഒരു മെൻ ഒരു ദിവസം കൊണ്ട് ചെയ്യും. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ക്ലിയർ ആണ് സർ. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്ര പേർ, അതായത് ഒരു ബോയ് ഒരു ദിവസം ചെയ്യുന്ന വർക്കിന്റെ ഇരട്ടി വർക്ക് നമുക്ക് ഒരു മെൻ ഒരു ദിവസം ചെയ്യും. അതായത് നമുക്ക് അതിൽ നിന്ന് വർക്കിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് 1 men is equal to 2 boys എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഒരു ദിവസത്തെ വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 1 men is equal to 2 boys എന്നല്ല, വർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇത് പറഞ്ഞത്? എന്താണ്? ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്കും ഒരു ബോയ് ഒരു ദിവസം ചെയ്യുന്ന വർക്കും 2 is to 1 എന്നുള്ള റേഷ്യോയിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ, ഒരു ബോയ് ചെയ്യുന്ന വർക്കിന്റെ, ഒരു ദിവസം ചെയ്യുന്ന വർക്കിന്റെ ഇരട്ടി വർക്ക് എന്ത് ചെയ്യാം? ഒരു മെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ബോയ്സ് ഒരു ദിവസം ചെയ്യുന്ന വർക്കിന്റെ അത്രയും വർക്ക് ആര് ചെയ്യുന്നുണ്ട്? ഒരു മെൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് 40, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമുക്ക് 40 മെന്നുണ്ട്, എത്ര 4 ഡേയ്സ് ഉണ്ട്. ഈ 4 ഡേയ്സ് കൊണ്ട് എത്ര ബോയ്സ് കൂടെ വേണം ഈ വർക്ക് തീർക്കാൻ? അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വർക്കാണ്. എത്ര പേര്? 25 മെന്ന് 10 ദിവസം, 10 ബോയ്സും 25 മെന്നും 10 ബോയ്സും എത്ര ദിവസം കൊണ്ട് ചെയ്തത്? 6 ഡേയ്സും കൊണ്ട് ചെയ്ത വർക്കാണ് നമുക്ക് എന്തിൽ ഫിനിഷ് ചെയ്യേണ്ടത്? 40 മെന്നും 4 ബോയ്സുമായി 4 ഡേയ്സിൽ എത്ര ബോയ്സും കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ. അപ്പൊ നമുക്ക് വർക്കിന്റെ അടിസ്ഥാനത്തിലൂടെ നമുക്ക് ഇതിനെ മാറ്റാം. ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക്, അതായത് 6 ദിവസം കൊണ്ട് ഇവർ ചെയ്ത വർക്ക് നമുക്ക് എപ്പോഴും ആലോചിക്കുക,
ഒരു മെൻ എന്ന് പറയുന്നത്, ഒരു മെന്റെ വർക്ക് എന്ന് പറയുന്നത് 2 ബോയ്സിന്റെ വർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബോയ്സിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് 40 മെൻ, നമുക്ക് മെൻ ബോയ്സിന്റെ അളവാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ 25 മെൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ടു എത്ര, 25 ഗുണം 2, 50 ബോയ്സ് ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, ഇനി 10 ബോയ്സ് ചെയ്യുന്ന വർക്ക് എന്ത് തന്നെയാണ്, 10 ബോയ്സ് ചെയ്യുന്ന വർക്ക്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഈ ക്വസ്റ്റ്യനെ നമുക്ക് വേറൊരു രീതി മാറ്റി പറയാം. സോറി, സ്റ്റക്ക് ആയിപ്പോയി, അതുകൊണ്ടാണ്. ഒന്ന് മാറ്റി പറയാം. 25 മെൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ 50 ബോയ്സ് ചെയ്യുന്ന വർക്ക് ടോട്ടൽ, പിന്നെ 10 ബോയ്സും ഉണ്ട്. അപ്പൊ ഈ വർക്ക് എന്ന് വെച്ചാൽ, ഈ 6 ഡേയ്സ് ചെയ്ത വർക്ക് എന്ന് വെച്ചാൽ 50 പ്ലസ് 10 ബോയ്സ്. ഈ വർക്ക് എന്ന് വെച്ചാൽ 60 ബോയ്സ് 6 ഡേയ്സിൽ ചെയ്യുന്ന വർക്ക് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അതേ വർക്ക് തന്നെ നമുക്കിപ്പോ എത്ര ബോയ്സ് ഉണ്ട്, 40 മെന്നും എത്ര ബോയ്സ്, അതായത് അതേ വർക്ക് എത്ര ബോയ്സ് 4 ദിവസം കൊണ്ട് എത്ര ബോയ്സിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം ക്ലിയർ ആണോ? ഈ രണ്ടാമത്തെ പാർട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? Can you please respond? ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞ ആർഗ്യുമെന്റ്, ഒരു മെൻ, അതായത് 2 ബോയ്സ് ചെയ്യുന്ന വർക്ക് ഒരു മെൻ ചെയ്യുന്ന, ഒരു ദിവസം ചെയ്യുന്ന വർക്കുമായിട്ട് ഈക്വൽ ആണ്. നമുക്ക് വേണ്ടത് 25 പേരും 10 ബോയ്സും 6 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 40 മെന്നും സർട്ടൺ നമ്പർ ഓഫ് ബോയ്സും 4 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ആ ബോയ്സിന്റെ എണ്ണമാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ബോയ്സിന്റെ പെർസ്പെക്റ്റീവിലാക്കുകയാണ്. 25 മെൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ, ഒരു മെൻ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ 2 ബോയ്സ് ചെയ്യുന്ന വർക്കിന് ഇക്വലന്റ് ആണ്. അപ്പൊ 25 മെൻ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ 50 ബോയ്സ് ചെയ്യുന്ന വർക്കിന് ഇക്വലന്റ് ആണ്. അപ്പൊ ടോട്ടൽ 50 ബോയ്സ് പ്ലസ് 10 ബോയ്സ്. അപ്പൊ 10 ബോയ്സ് 6 ഡേയ്സ് ചെയ്യുന്ന വർക്ക് 4 ദിവസം കൊണ്ട് എത്ര ബോയ്സിന് കണ്ടെത്താൻ, എത്ര ബോയ്സിന് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം ഇപ്പോ. ഓക്കെ, നമ്മൾ മെന്നിന്റെ ടേംസ് ഒക്കെ ഉള്ളതിനെ നമുക്ക് പിന്നീട് മാറ്റാം. ഓക്കെ, സോ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഈസ്, ഇനിയിപ്പോ ഇതാണ് നമ്മുടെ വേരിയബിൾസ്. നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. ഒന്നാമത്തെ വേരിയബിൾസ് നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ളതാണ് ഒന്നാമത്തെ വേരിയബിൾസ്. രണ്ടാമത്തെ വേരിയബിൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡേയ്സ് എന്നുള്ളതാണ്. സോ ബോയ്സ് 60, ഇനി കണ്ടുപിടിക്കേണ്ട ബോയ്സ് എക്സ്, 2 ഡേയ്സ് എന്നുള്ളത് 6ഉം 4ഉം. ഇനി ഡേയ്സ് കുറയുമ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എന്തായാലും കൂടിയേ പറ്റത്തുള്ളൂ. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, സോ ഇത് രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കുറയുവാണ് ചെയ്തത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് കുറയുമ്പോൾ കൂടുതൽ ആൾക്കാർ നമുക്ക് വേണ്ടി വരും. സോ വി ക്യാൻ റൈറ്റ് 60:x is equal to 4:6 എന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 60/x is equal to 4/6. Okay, so which implies x is equal to 60 into 6 divided by 4. So which implies 90 boys. Okay, അതായത് നമ്മളോട് ഇപ്പൊ പറഞ്ഞത് 60 ദിവസം 60 ബോയ്സ് 6 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് 4 ദിവസം കൊണ്ട് എത്ര ബോയ്സിന്, 90 ബോയ്സിന് തീർക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓൾറെഡി എത്ര ബോയ്സ് ഉണ്ട്, 40 മെൻ ഉണ്ട്. 40 മെൻ എന്ന് വെച്ചാൽ എത്താണ്, 40 ഗുണം 2 80 ബോയ്സ് ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ബോയ്സ് വേണമായിരുന്നു, 90 ബോയ്സ് വേണമായിരുന്നു. സോ റിമൈനിങ് ആയിട്ട് എത്ര ബോയ്സ് കൂടെ വേണം, 10 ബോയ്സ് കൂടെ വേണം. ഓക്കെ, സോ റിമൈനിങ് ആക്ച്വലി 10 ബോയ്സ് കൂടെ നമുക്ക് വേണം. റിമൈനിങ് 10 ബോയ്സ്, അതായത് 25 മെൻ 10 ബോയ്സ്
6 days ചെയ്തുകൊണ്ടിരുന്ന അതേ വർക്ക് 4 ദിവസം കൊണ്ട് 40 മെന്നും 10 ബോയ്സിനും കൂടെ തീർക്കാൻ പറ്റും. ദിസ് ഈസ് ദ ഐഡിയ. ആൻസർ മനസ്സിലായോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? Clear, sir. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞാണോ? വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുക. ഓക്കെ, സോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുകയാണ്, കാര്യം നിങ്ങൾക്ക് 4 മണിക്ക് വീണ്ടും ഒരു സെക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നു. സോ ഐ എം എൻഡിങ് റൈറ്റ് നൗ. ഞാൻ ഇതിന്റെ ലെക്ചർ, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് ഫോട്ടോ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ, പർട്ടിക്കുലർ ക്വസ്റ്റ്യനോ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ. പിന്നെ നിങ്ങൾ പിന്നീട് ചോദിച്ച സർക്കുലർ പെർമ്യൂട്ടേഷൻ ആണ്. അത് വേറൊരു ദിവസം ഇതുപോലെ തന്നെ പെർമ്യൂട്ടേഷന് കുറച്ച് പ്രോബ്ലംസും സർക്കുലർ പെർമ്യൂട്ടേഷന് കുറച്ച് പ്രോബ്ലംസും കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും സെക്ഷൻ ഡു യു വാണ്ട് മീ ടു ഡിസ്കസ്? അങ്ങനെയാണെങ്കിൽ പ്ലീസ് ആസ്ക് മീ, അതർവൈസ് ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, ഏതെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. Profit and loss.